ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതിയിൽ നിയമസഭയിൽ പ്രതികരണവുമായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. പരാതിയിൽ നടപടി സ്വീകരിക്കാതെ പരാതിക്കാരനെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി എന്ന് മന്ത്രി പറഞ്ഞു. ശുദ്ധികലശം ചെയ്തത് തെറ്റാണെന്നും ഇക്കാര്യം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടൽമാണിക്യം ദേവസ്വം ആക്ടും റെഗുലേഷനും പ്രകാരം 2 കഴകം പോസ്റ്റുകളാണ് നിലവിലുള്ളത്. 1025+ DA ശമ്പള സ്കെയിൽ ഉള്ള കഴകം തസ്തിയിലേക്ക് പാരമ്പര്യമായി തന്ത്രി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയും 1300, 1850 ശമ്പള സ്കെയിലുള്ള കഴകത്തെ നേരിട്ട് നിയമനം വഴി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന നിയമിക്കാനുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 24/2/2025 റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമിതനായ ശ്രീ ബാലു BA എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. നിയമിതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. AP അനിൽകുമാറിന്റെ സബ്മിഷനുള്ള ആയിരുന്നു മന്ത്രിയുടെ മറുപടി. കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് ദേവസ്വം മുൻ മന്ത്രി കൂടിയ കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ എതിർത്ത ജാതി ശക്തികൾ ഇന്നും ചില ക്ഷേത്ര മതിൽ കെട്ടുകൾക്കുള്ളിലും ഇരുളറിഞ്ഞ മനുഷ്യ മനസ്സുകളിലും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് കൂടൽമാണിക്യത്തു നിന്ന് വരുന്ന വർത്തമാനങ്ങൾ. സാർ, ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ കൂടൽമാണിക്യത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി, കേരളമാകെ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായിട്ടുള്ള, അന്യായങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. ശ്രീത്ത് വിവരണം ചെയ്യുന്നു. ശ്രീത്ത്, അപ്പോൾ അത് ശുദ്ധികലശമൊക്കെ ഉണ്ടായപ്പോൾ ഒന്നാം തരം ജാതി വിവേചനം തന്നെയായിരുന്നു, ജാതി ഭ്രഷ്ട് തന്നെയായിരുന്നു എന്ന് നിയമസഭയിൽ മന്ത്രിമാർ തന്നെ പറയുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ആവതുണ്ടോ എന്ന ചോദ്യത്തിന് കൂടി മന്ത്രി വി എൻ വാസവൻ മറുപടി പറയണ്ടേ? ശ്രീത്ത്, ഹാഷ്മി, കൂടൽമാണിക്യത്തേക്ക് 2 കഴകം തസ്തികയിലേക്കുള്ള നിയമനമാണ് നടക്കുന്നത്. ഒരു കഴകം തസ്തികയിലേക്ക് തന്ത്രി നിർദ്ദേശിക്കുന്ന ആളും രണ്ടാമത്തെ കഴകം തസ്തികയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടത്തുന്ന പരീക്ഷയിലൂടെ നിയമിതനായ ആളുമാണ് നിയമിതനാകേണ്ടത്. ഇങ്ങനെ രണ്ടാമത്തെ തസ്തികയിലൂടെ നിയമിതനായ തിരുവനന്തപുരം സ്വദേശിയായ ബാലു എന്ന യുവാവിനാണ് ഇപ്പോൾ അവിടെ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ബാലു കഴകം തസ്തികയിൽ തന്നെ ജോലി ചെയ്യണം എന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അസന്നിഗ്ധമായി നിയമസഭയിൽ വ്യക്തമാക്കി. അക്കാര്യത്തിൽ സർക്കാരിന് മറ്റൊരു നിലപാടില്ല എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ അവിടെ ഈ താന്ത്രിക ജോലികൾ ചെയ്യുന്ന തന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബാലു ഈ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് നൽകിയ പരാതിയിൽ നടപടിയെടുക്കുന്നതിന് പകരം ബാലുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. അത് കൂടൽമാണിക്യ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനല്ല, അഡ്മിനിസ്ട്രേറ്ററാണ് നടപടിയെടുത്തത്. എന്നാലും ഇക്കാര്യം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. ഈ നിയമസഭയിലെ ചർച്ചയ്ക്കിടയിൽ മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനും ശക്തമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തു. എന്തായാലും സർക്കാർ ഈ ബാലുവിനെ കഴകം തസ്തികയിൽ തന്നെ നിയമിക്കണം, ആ ജോലി നിർവഹിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഈ മന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പക്ഷേ ബാലു അതിൽ സ്വാഭാവികമാണ്, വല്ലാതെ മനമെടുത്തു പോവും, വല്ലാതെ സങ്കടപ്പെട്ടു പോവും. ആ സങ്കടപ്പെട്ടിൽ മനമെടുത്തിനി കഴകം ജോലിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ബാലു. പക്ഷേ അങ്ങനെ മനസ്സുമെടുത്ത് പോകേണ്ടതല്ല, അവിടെ ഒരു പോരാട്ട വീര്യത്തോടെ പ്രവർത്തിക്കണമെന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. ശ്രീത്താണ് നിയമസഭയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.